രഞ്ജന, ഇല്ല രഞ്ജന, എനിക്കത് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാനത് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനത് ഈ പറഞ്ഞ പോലെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്നലെ എവിടേക്കോ സ്റ്റക്കായി. ഓക്കെ ഓക്കെ അപ്പൊ എനിക്ക് എന്താ എനിക്കത് ഒരാൾ ഷെയർ ചെയ്തോടാ ക്ലാസ്. സ്ക്രീന്, കുഴപ്പമില്ല. നമുക്കിപ്പോ ഇതൊരു ചെയ്തത് വെച്ചിട്ട് ജെൻകിൻസ് ചെയ്യാം, എന്നിട്ട് അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ. Okay. ജെൻകിൻസ് എ അല്ല, CAC എ അല്ല. ജെൻകിൻസ് എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്കിപ്പോ ഇതിപ്പോ കിടക്കുന്ന നിങ്ങളുടെ ലോക്കൽ സിസ്റ്റത്തിലാ അല്ലെ? എനിക്കിനി വേണ്ടത് എങ്ങനെയാണ്? എനിക്ക് എന്റെ ലോക്കൽ സിസ്റ്റത്തിൽ കടന്നു കഴിഞ്ഞാൽ എനിക്കത് എവിടെയെങ്കിലും ഒരു ഇൻഡസ്ട്രീന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എവിടെയും വെച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ? സോ അത് ആർക്ക് യൂസ് ചെയ്യണമെങ്കിലും എന്റെ പേഴ്സണൽ ലാപ്ടോപ്പിൽ ഒന്ന് യൂസ് ചെയ്യേണ്ട കണ്ടീഷനാണ് നമ്മളിപ്പോ ഇതുവരെ ചെയ്തത് വെച്ചിട്ട്. സോ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ഇൻഡസ്ട്രിയൽ യൂസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിന് പകരം ജെൻകിൻസ് എന്നൊരു ടൂളിലേക്ക് നമ്മളുടെ ഈ കോഡിനെ മുഴുവൻ അങ്ങ് കൊടുക്കും. ഓക്കെ, നമ്മൾ ഗിറ്റ് പഠിച്ചില്ലായിരുന്നോ? യെസ്. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഗിറ്റ് ഹബുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തും ചെയ്യാം. ഇന്റഗ്രേഷൻ നിർബന്ധമല്ല, മാൻഡേറ്ററി അല്ല. പക്ഷെ ഇൻഡസ്ട്രിയലി നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുക എങ്ങനെയാ വെച്ചാൽ ഒരു ഗിറ്റ് റെപ്പോസിറ്ററി വഴിയാണ് നമ്മൾ എപ്പോഴും ബിൽഡ് ട്രിഗർ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ, എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് ഈ കോഡിനെ നമ്മൾ പുഷ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ആക്ച്വലി സ്പീക്കിംഗ് ഈ ജെൻകിൻസ് എന്ന് പറയുന്നത്. അതായത് അതിന് CACD ടൂൾ എന്നാണ് പറയുക, കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് ടൂൾ. നോർമലി കമ്പനീസിൽ ഡിപ്ലോയ്മെന്റിന് വേറൊരു ടീം ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ആസ് ടെസ്റ്റേഴ്സ് നമ്മൾ നോർമലി എപ്പോഴും ചെയ്യുക ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ പാർട്ടാണ്. കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ എന്ന പാർട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ. ഡിപ്ലോയ്മെന്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഹ്യൂജ് ആയിട്ടുള്ള സെറ്റപ്പ് ആവശ്യമുണ്ട്. അതായത് എൻറ്റയർ സെർവർ സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് എൻറ്റയർലി വേറെ പഠിക്കാനുള്ളതാണ്. അതിന് നമ്മൾ നോർമലി എന്താ ഉണ്ടാവുക വെച്ചാൽ കമ്പനീസിൽ ഇതിനു വേണ്ടി മാത്രം ഒരു ടീം ഉണ്ടായിരിക്കും. നമ്മൾ അതിനെ നോർമലി CI ടീം എന്നാണ് പറയുക. സോ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ഡിഫൈൻഡ് ടൈം, ഇപ്പൊ ലെറ്റ്സ് സേ 2 PM IST, 8:30 PM IST, അതുപോലെ 6 AM IST, ഈ 3 സമയത്ത് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ ബിൽഡ് ഇവരങ്ങ് ട്രിഗർ ചെയ്യും. ഓക്കെ, ഈ ഓരോ ബിൽഡും ട്രിഗർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്തു വെച്ചു, നിങ്ങൾ ഈ കോഡെല്ലാം പുഷ് ചെയ്ത ശേഷം ഞാനിപ്പോൾ പറയാണ്, നമ്മൾക്ക് ഒരു 2 ടെസ്റ്റ് കേസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കോഡ് ചേഞ്ചസ് ആഡ് ചെയ്ത ശേഷം നിങ്ങളുടെ ലോക്കൽ വർക്കിംഗ് ആണ്, നിങ്ങൾ കൺഫേം ചെയ്തു. ഇനി ആസ് എ ലീഡ് എനിക്ക്, അല്ലെങ്കിൽ ആസ് എ മാനേജർ, അല്ലെങ്കിൽ അതിന്റെ അപ്പർ ഹയറാർക്കിയിൽ ഒരാൾക്ക്, അതല്ലെങ്കിൽ യൂസേഴ്സിന് ആർക്കെങ്കിലൊക്കെ എനിക്കിത് ആക്സസിബിൾ ആക്കണമെങ്കിൽ ഞാനിതിനെ എവിടേക്കെങ്കിലും പുഷ് ചെയ്യണ്ടേ? സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു പബ്ലിക് റെപ്പോസിറ്ററി ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലേക്ക് നമ്മൾ ഈ കോഡും കൂടെ ആഡ് ചെയ്തും കൊടുക്കും. ആൻഡ് വൺസ് ഒരു ചേഞ്ച് ഡിറ്റക്ട് ആയി കഴിഞ്ഞാൽ നേരെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മളൊരു ടൈം കൊടുക്കുന്നുണ്ടാവും. ക്രോൺ ജോബ് എന്നാണ് നമ്മളതിനെ പറയുക, CRONJOB. ഈ ക്രോൺ ജോബ് യൂസ് ചെയ്തിട്ട് ഈ ക്രോൺ ജോബ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് എവറി മിനിറ്റ് എന്നുള്ളതാണെങ്കിൽ ഓരോ മിനിറ്റും ഇത് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതായത് ഇഫ് ദർ ഇസ് എനി ചേഞ്ച് റെപ്പോസിറ്ററി ബാച്ച്, അതൊരു നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ബാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എന്താ പറയുക, ഈ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കൂ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോന്ന്. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ആ പോയിന്റിൽ വെച്ച് തന്നെ വീണ്ടും ഒരു ബിൽഡ് ട്രിഗർ ചെയ്യണം. അത് പാസ്സായാൽ ആസ് ടെസ്റ്റേഴ്സ് എന്റെ പാർട്ട് കഴിഞ്ഞു. ഓക്കെ, ആസ് ടെസ്റ്റർ എന്റെ പാർട്ട് കഴിഞ്ഞു, ജെൻകിൻസിലേക്ക് പുഷ് ചെയ്തു, അത് പ്രോപ്പർ ആയിട്ട് ബിൽഡ് ആയി പോയെങ്കിൽ. അത് അല്ലാത്ത സിനാരിയോസിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക? ഓക്കെ, ലെറ്റ്സ് സേ നമുക്ക് ലോക്കലിൽ വർക്ക് ആവുന്നുണ്ട്, പക്ഷേ ജെൻകിൻസിൽ കൊടുത്തപ്പോൾ ഒരു എറർ അടിച്ചു. എല്ലായ്പ്പോഴും നമ്മൾ ടെസ്റ്റിന്റെ ഇഷ്യൂ ആണെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത എൻവയോൺമെന്റിന്റെ പ്രശ്നം ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വരും, അങ്ങനെയുള്ളത് വരാം. അതും അല്ലെങ്കിൽ ലെറ്റ്സ് സേ എന്തെങ്കിലും നെറ്റ്വർക്കിന്റെ സ്ലോനെസ് കൊണ്ട് വരാം, പല റീസൺസ് കൊണ്ട് വരാം. എൻഡ് ഓഫ് ദി ഡേ നമ്മളുടെ എയിം എന്ന് വെച്ചാൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള എൻറ്റയർ കോഡിനെ ഗിറ്റിലേക്ക് പുഷ് ചെയ്ത ശേഷം ഗിറ്റിൽ നിന്നും നമ്മൾ ഇതിനെ ബിൽഡ് ചെയ്യണം. ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? നമ്മൾ ഇതിനെ പറയാണ്, ഇത് ഗ്ലോബൽ യൂസിന് വേണ്ടി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുവാണ്.
അതിനെയാണ് ജെൻകിൻസ്, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ജെൻകിൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ Jenkins is a continuous integration and continuous deployment tool which helps with the deployment and which helps with the deployment of a specific code. 1 second. ക്ലിയർ ആണോടാ? ജെൻകിൻസ് എന്താണെന്നുള്ളത് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ലൈവായിട്ട് നമ്മുടെ കോഡ് കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ വൺസ് ഈ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൺട്രോളിൽ ഇല്ല. പിന്നെ അത് എന്താ പറയുക, ആർക്ക് വേണമെങ്കിലും ആ ഒരു എൻവയോൺമെന്റ് ആക്സസ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇപ്പോൾ ഇപ്പൊ അക്ഷയ ചെയ്യുന്ന പ്രൊജക്ട് ചെയ്തു കഴിഞ്ഞു. അക്ഷയ്ക്ക് എന്ത് ചെയ്യണം? ഇനി എൻറ്റയർ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന മോഡലിൽ നിന്ന് കൊടുക്കണം. എക്സിക്യൂട്ടബിൾ ഫോം ആണെന്ന് കൺഫേം ചെയ്ത് കൊടുക്കണം. എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ഓക്കെ ഒരു ഡെമോ എല്ലാം കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്ച്വൽ സ്റ്റെപ്പ് എന്താ? ആക്ച്വലി നമ്മളവിടെ നമ്മളവിടെ എന്ത് സെറ്റ് ചെയ്യണം? നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ ഇത്രയും വർക്ക് ചെയ്തു, ഇനി എല്ലാവർക്കും ഗ്ലോബലി ആക്സസ് ചെയ്യാം എന്നാൽ ഒരു സൈൻ ഓഫ് കിട്ടിയ ശേഷം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ കോഡിനെ ഞാൻ കൊടുക്കുവാണ്. സോ അതിന് വേണ്ടിയാണ് നമ്മൾ ജെൻകിൻസ് യൂസ് ചെയ്യുക. അക്ഷരയും ഗോപികയും കഴിഞ്ഞ ദിവസം JDK ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിന്റെ JDK ഉണ്ടോ? ജാവ മോനെ ചെയ്ത് നോക്കിയിട്ടുള്ളതല്ലേ? CMD എടുത്ത് എല്ലാവരും CMD എടുത്ത് നിന്റെ അക്ഷരയും CMD എടുത്തേടാ. ഗോപിക എടുക്കണ്ട, ഗോപികയ്ക്ക് സെറ്റിംഗ് ചെയ്യാനുണ്ട്. ഡൗൺലോഡ് ചെയ്തിരുന്നു. ഡൗൺലോഡ് ചെയ്തിരുന്നു. പാത്ത് സെറ്റ് ചെയ്യാനുണ്ടടാ. അക്ഷര പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ അവളുടെ ഉണ്ടാവുന്നു. ജാവ സ്പേസ് ഹൈഫൺ വേർഷൻ സ്പേസ് ഇല്ലാത്ത വേർഷൻ. ഞാൻ ഹൈഫൺ വേർഷൻ അടിച്ചാലും മതി. ഏതാണ്? 24 ആണല്ലേ? അപ്ഗ്രേഡേഷൻ വേണ്ടി വരും. ഞാൻ നോക്കണോ? ഇല്ല, ഗോപിക്ക് ഇപ്പൊ നോക്കിയാൽ കിട്ടില്ലടാ. ഗിറ്റില്ലടാ. ജാവ അല്ല ഞാൻ നോക്കിയിട്ടില്ല. എന്തായിരുന്നു? അല്ല ഡൗൺലോഡ് ആയില്ല. എന്റെയിലേ കാണിക്കുന്നത് ജാവ TMSC റൺ ടൈം എൻവയോൺമെന്റ് ബിൽഡ് 1.8.0. അതല്ല, ഏതാ വേർഷൻ കാണിക്കുന്നത്? V.24 ഏതാ വേർഷൻ കാണിക്കുന്നത്? ഞാൻ ഷെയർ ചെയ്യണ്ടേ? നോക്കാമോ? 1.8 ആണല്ലേ? സപ്പോർട്ട് ചെയ്യത്തില്ലടാ. നിന്റത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതില്ല. അക്ഷരം ചെക്ക് ചെയ്യാട്ടോ അതെങ്ങനെയാ വരുന്നതെന്ന് നോക്കുക. അക്ഷരം ചെയ്യണ്ട, ബിക്കോസ് 1.8 സപ്പോർട്ട് ചെയ്യത്തില്ല ജെൻകിൻസ്. എത്രയില സപ്പോർട്ട് ചെയ്യാതെ? JDK 17.25 രണ്ടെണ്ണത്തിലെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. 1.8 സപ്പോർട്ട് ചെയ്യത്തില്ല. അത് ഓൾഡ് വേർഷൻ ആടാ. അവിടെ ക്രോമിലേക്ക് പോവാം. JDK 25 ഡൗൺലോഡ്. സോറി. exe ഫയൽ എടുക്കാം. ഡൗൺലോഡ് ആവട്ടെ. ഓക്കെ. മീൻവൈൽ ഗോപിക അക്ഷര ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തേടാ. ഞാനിപ്പോ എന്തോ നോക്കിയപ്പോ JDK kit 21.0.10. Do you want to make changes? Do you want this app to make changes? JDK 21 ഓൾറെഡി ഇപ്പൊ കാണാം. JDK 21 ഓൾറെഡി ഉണ്ട് അല്ലേ? JDK 21 ഇൻസ്റ്റാൾ ചെയ്തേ, 25 അല്ല എടുത്ത്. യെസ് കൊടുക്കട്ടെ. JDK 21 സപ്പോർട്ട് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. 1 സെക്കൻഡ്. ഒരു ഡൗട്ട് ഉണ്ട്. JDK കൊടുക്കണോ അതോ do you want ഒന്നും ചെയ്യണ്ട, ഞാൻ പറയാം. ഓക്കെ
ഓക്കെ, JDK 21 സപ്പോർട്ടഡ് ആണ്, കുഴപ്പമില്ല. എങ്കിൽ ഒരു കാര്യം ചെയ്തേ, ഞാനിപ്പോ തന്ന കമാൻഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേടാ. CMD-ല് ഗോപിക. ഞാനാണോ? ആ ശരി ശരി. ജാവ സ്പേസ് ഹൈഫൺ വേർഷൻ അല്ലേ? ഡെമോ അത് കഴിഞ്ഞിട്ടോ ഞാൻ പറയാം. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ഗ്യാപ്പ് തരാം. CMD എടുത്ത് നോക്കിയടാ ഗോപിക. ഇങ്ങനെയാ വരുന്നത് CMD എടുത്തപ്പം. Java is not recognized. Okay. അങ്ങനെയാണെങ്കിൽ ഡൗൺലോഡ്സിലേക്ക് പോകാം. ഓക്കെ, ഇനി രണ്ടുപേരും ഓക്കെ. ഇനി ഗോപിക അത് JDK 21 ഡബിൾ ക്ലിക്ക് ചെയ്തോടാ. യെസ് കൊടുത്തു വന്നിട്ട് അപ്പൊ ഇപ്പൊ ഒരു പോപ്പപ്പ് വന്നോടാ. യെസ് കൊടുത്തു. പോപ്പപ്പ് വന്നായിരുന്നോ? ലോഡിംഗ് ആണെന്ന് തോന്നുന്നേ. ലോഡിംഗ് നെക്സ്റ്റ് കൊടുക്കടാ. നെക്സ്റ്റ് ആയിക്കോട്ടെ, അതവിടെ ആയിക്കോട്ടെ. മീൻവൈൽ വീണ്ടും ക്രോമിലേക്ക് പോയിക്കേ. ജെൻകിൻസ് ഡൗൺലോഡ് സെർച്ച് ചെയ്യാം. നമ്മുടെ ഒരു കമ്പനിയിൽ വെച്ചാൽ നമ്മളാവില്ല കേട്ടോ ഇത് സെറ്റ് ചെയ്യുന്നത്. ഈ ജെൻകിൻസ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളവരുണ്ടാവും. അവിടെ നമ്മൾ ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യത്തില്ല. ഇതില് ഈ ഇതൊന്ന് ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യും. ഡൗൺലോഡ് ആവട്ടെ. ആ ജെൻകിൻസ് ഡൗൺലോഡ് ആൻഡ് ഡിപ്ലോയ് എടുക്കണം ഗോപിക. അയക്കുക. അതില് അവിടെ ജെൻകിൻസ് ജാവ പാക്കേജ് .var ആ ലിങ്ക് ഇല്ലേടാ, ഒന്ന് ക്ലിക്ക് ചെയ്തേ. SHA-256 അപ്പുറത്ത് LTS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തോ. നമ്മള് കോഡ് അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യാ ജെൻകിൻസില്? അല്ല, നമ്മൾക്ക് എന്ത് ചെയ്യണം, ഗിറ്റിലേക്ക് കോഡ് പുഷ് ചെയ്യണം. ഒരു കാര്യം ചെയ്തേ, ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തേടാ ഗിറ്റില്. ഇത് ഡൗൺലോഡ് ആവട്ടെ, മറ്റേ സ്റ്റാറ്റസും കംപ്ലീറ്റ് ആയിക്കോട്ടെ. മീൻവൈൽ ഗിറ്റിൽ വരിക. ഗിറ്റിൽ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തല്ലായിരുന്നോ? പുതിയ പ്രൊജക്ടിന്റെ ആയിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഏതിലായിരുന്നു ഗിറ്റ് ചെയ്തത്? ക്രോമിലായിരുന്നു അല്ലേ?
ഒരു സെക്കൻഡ്, എനിക്ക് ഒരു മിനിറ്റ്, ഞാൻ പബ്ലിക് തന്നെ റീഡ്മി ഓൺ പുതിയ റെപ്പോ ക്രിയേറ്റ് ചെയ്തോളൂ കേട്ടോ. വേണ്ടത്ര ചെയ്താൽ മതി. ആഡ് ചെയ്യാൻ നമ്മള് ഗിറ്റിൽ പഠിച്ച സ്റ്റെപ്സ് ഇല്ലേ, ആ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യണം. ഗിറ്റ് ക്ലോൺ, ഗിറ്റ് ആഡ് എന്നിട്ട് നമ്മൾ കമാൻഡ് സെർച്ച് പഠിച്ചില്ലായിരുന്നോ, ഇത് റിപ്പീറ്റ് ചെയ്യണം. ജെൻകിൻസ് ഡോട്ട് വാർ ഡൺ ആണുണ്ട്, കഴിഞ്ഞിട്ടുണ്ടാവൂല്ലേ? യെസ്, അത് കഴിഞ്ഞു. ഇവിടെ ഓക്കെ, ഒരു പുതിയ റെപ്പോ ക്രിയേറ്റ് ചെയ്തടാ. ന്യൂ കൊടുത്തോ. ന്യൂ ആണോ? ഈ ന്യൂ ന്യൂ ക്ലിക്ക് ചെയ്തു. ന്യൂ റെപ്പോ. ഒരു ജസ്റ്റ് അതിന്റെ പേര് കൊടുത്തോ, പ്രൊജക്ടിന്റെ ലൈഫിന്റെ പേര് കൊടുത്താൽ മതി. എന്താ കൊടുക്കുക? ലൈവ് പ്രോജക്റ്റ് മതിയോ? ലൈവ് പ്രൊജക്ട് കൊടുത്തോ. അതിനല്ല റീഡ്മി ഓൺ ആക്കിയിട്ട് ഏതായിരുന്നു? റീഡ്മി, ആഡ് റീഡ്മി, ആഡ് റീഡ്മി. അതെവിടെ? താഴെ ആഡ് റീഡ്മി താഴെ ചൂസ് വിസിബിലിറ്റി. അത് ഓൺ ആക്കണം അല്ലേ? ഓക്കെ. ക്രിയേറ്റ് ചെയ്തോടാ. ചൂസ് വിസിബിലിറ്റി പബ്ലിക് അല്ലേ? പബ്ലിക് തന്നെ. ക്രിയേറ്റ് റെപ്പോസിറ്ററി. ഇത്ര വേറെ സെറ്റിംഗ് ഒന്നുമില്ലല്ലോ? ക്രിയേറ്റ് ഇല്ല. ശരി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൊടുത്തേടാ. നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ഗിറ്റിൽ പഠിച്ച സ്റ്റെപ്സ് ഓർക്കുന്നുണ്ടോ? ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്ത് അതന്നെ ഓർക്കുന്നുണ്ടോടാ? ഗിറ്റ് ചെയ്യണം ആദ്യം. അപ്പൊ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യട്ടോ. അത് നോക്കാം, ജെൻകിൻസ് നോക്കാം. അതിൻ്റെ ഉള്ളിൽ ഡൗൺലോഡ് ആയിക്കോട്ടെ. നമ്മുടെ പൈച്ചാമിലേക്ക് വന്നോളൂ. ആദ്യത്തെ സ്റ്റെപ്പ് ഏതായിരുന്നു? ഗിറ്റ് ഇനിറ്റ് കൊടുത്തോളൂ. പൈച്ചാമിന്റെ ടെർമിനലിൽ വന്നിട്ട് ഗിറ്റ് ഇനിറ്റ് കൊടുത്തോളൂ. ഇത് ഇതായിട്ട് എങ്ങനെയാ ഒരു ലിങ്കേജ് വരിക? ഓക്കെ, നോക്കാം. ഗിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഗിറ്റിന്റെ വെബ് വേർഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റെപ്പോസിറ്ററിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നമ്മുടെ പൈച്ചാമായിട്ട് എങ്ങനെയുണ്ട്? നമ്മളിവിടെ ഗിറ്റിന്റെ പ്ലഗിൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ബൈ ഇറ്റ്സെൽഫ് എനേബിൾഡ് ആവും. നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പ്ലഗിൻ ത്രൂ ആണ് വരിക. എൻ്റർ അടിക്കും. ഇനീഷ്യലൈസ്ഡ് വന്നില്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് ഗിറ്റ് ക്ലോൺ. ഓക്കെ, നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ അവിടെ ഡൗൺലോഡ് ചെയ്തോണ്ട് നമുക്ക് പ്ലഗിൻ ഡൗൺലോഡ് ചെയ്തോണ്ട് യെസ് കൊടുക്കണ്ട. നമ്മുടെ റെപ്പോസിറ്ററി URL കൊടുത്തോടാ. git clone ഇതല്ലേ ലൈവ് പ്രോജക്റ്റ്. ലൈവ് പ്രോജക്റ്റ് വരെ എടുക്കണോ? റെപ്പോ നെയിം വരെ അവിടെ എടുത്തോ. അല്ലെങ്കിൽ കോഡിൽ റൈറ്റ് ക്ലിക്ക്, കോഡിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത ഗ്രീൻ കളർ ബട്ടന്റെ അവിടെ ഇവിടെ റൈറ്റ് ക്ലിക്ക് അല്ല, വെറും ക്ലിക്ക്. ഓക്കെ ഇതല്ലേ? മറന്നുപോയി. git clone. ഓക്കെ, enter. അപ്പൊ ഇപ്പൊ നമ്മള് ഇപ്പൊ നിരഞ്ജന ഒരു ഡൗട്ട്.
നമ്മളിപ്പോ ഗിറ്റ് ക്ലോൺ കൊടുത്തപ്പോ എന്റെ ഈ കേസില് ഞാൻ എന്തൊക്കെയാണ് ഇപ്പൊ എന്റെ ഈ പൈച്ചാമിൽ എന്തൊക്കെ കോഡ്സ് എഴുതിയിരുന്നു ഏത് ഫോൾഡർ ആയിക്കോട്ടെ ഇതെല്ലാം പോയിണ്ടാവും. അതോ ഇതേ ഫോൾഡർ സ്ട്രക്ചറിൽ പോവോ? ഇതേ ഫോൾഡർ സ്ട്രക്ചറിൽ തന്നെ പോകും. ഓക്കെ ഓക്കെ. അടുത്ത കമാൻഡ് കൊടുത്തോടാ, ഗിറ്റ് ഗിറ്റ് ക്ലോൺ ബ്രാഞ്ച്, ഗിറ്റ് സ്പേസ് ബ്രാഞ്ച്, ഗിറ്റ് സ്പേസ് ബ്രാഞ്ച്. ഇതെന്താ ചെയ്യാ? ഏത് ബ്രാഞ്ചിലാണ് ഇപ്പൊ ഉള്ളതെന്ന് ചെക്ക് ചെയ്യും. ചിലപ്പോൾ മാസ്റ്റർ വന്ന് കിടക്കുന്നുണ്ടാവും. മാസ്റ്റർ എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റണം. എൻ്റർ അടിച്ചേടാ. ഒന്നും വന്നില്ല. ഓക്കെ, ഒന്നും വന്നില്ലെങ്കിലും പ്രശ്നമില്ല. എൻ്റർ അടിച്ചേടാ. ഒന്നും വന്നില്ല. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കമാൻഡ് കൊടുത്തോടാ, ഗിറ്റ് സ്പേസ് ആഡ്, ഗിറ്റ് സ്പേസ് ആഡ് സ്പേസ് ഡോട്ട്, സ്പേസ് ഡോട്ട്, സ്പെല്ലിംഗ് പറയാം. ഡോട്ട് 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 ഒരു ഡോട്ട് ഇട്ടാ മതി. സ്പേസ് ഡോട്ട്. ഞാൻ വേറെ എന്തോ അല്ലല്ല, ഡോട്ട്. എൻ്റർ അടിച്ചു. സോറി. ഗിറ്റ് ആഡ് സ്റ്റാർ അല്ലേ? നമ്മളിപ്പോ എന്തെങ്കിലും സ്റ്റാർ അല്ല, ഇവിടെ ഡോട്ടാ കൊടുക്കുക. അതെയോ? ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ തന്നെ ആവുന്നത്. അപ്പൊ നമ്മൾ ഈ ഗിറ്റ് ആഡ് ഡോട്ട് കൊടുക്കുമ്പോ ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഞാനൊരു സപ്പോസ് ഒരു പൈത്തൺ ഫയൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് കാണാം അല്ലേ? അതെ അതെ, അങ്ങനെയാണോ? അതെ. ആ മുകളിലേക്ക് പോയിക്കേടാ. Adding embedded Git repository live project. ഒരു കാര്യം ചെയ്തോളൂ, നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കൂ. ഗിറ്റ് സ്പേസ് റിമോട്ട്. ഈ നെയിമും ഇതും സെയിം ആയതുകൊണ്ട് പ്രശ്നമില്ല. സെയിം നെയിം ആയാലും പ്രശ്നമില്ല. ഗിറ്റ് സ്പേസ് റിമോട്ട് സ്പേസ് ആഡ് സ്പേസ് ഒറിജിൻ സ്പേസ് നമ്മളുടെ URL എന്നിട്ട് പേസ്റ്റ് ചെയ്തേടാ. ക്ലോസ് ചെയ്തു. ഒന്നും വന്നില്ല. നെക്സ്റ്റ് കമാൻഡ് കൊടുത്തു, ഗിറ്റ് റിമോട്ട് സ്പേസ് -v സ്മോൾ ലെറ്റർ v ഫെച്ചും പുഷും പുഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ലിങ്ക്ഡ് ആയത് നിങ്ങളുടെ റെപ്പോസിറ്ററി പൈച്ചാമിൽ നമ്മൾ ലിങ്ക് ആയി. ഇപ്പൊ നെക്സ്റ്റ് ഇപ്പൊ നമ്മുടെ ഗിറ്റ് സ്പേസ് ആഡ് സ്പേസ് ഡോട്ട് ഒന്നുകൂടെ കൊടുത്തേ. ആഡ് സ്പേസ് ഡോട്ട് എൻ്റർ അടിക്കാം. ഒരു വന്നില്ല. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. നെക്സ്റ്റ് കൊടുത്തേ, ഗിറ്റ് കമ്മിറ്റ് സ്പേസ് -m സ്പേസ് ഡബിൾ കോട്ട്സ് എന്തായാലും ഇനീഷ്യൽ കമ്മിറ്റ് എന്തെങ്കിലും കൊടുത്തോളൂ. മതി, എൻ്റർ അടിച്ചു. ക്രിയേറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാം കാണിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കടാ. അതല്ല, ഏതാ ഈ പ്രൊജക്റ്റിൽ എല്ലാം വരും. ക്യാഷ് ഡോക്യുമെന്റ് ആയിട്ട് വരും. ക്യാഷ് ഡോക്യുമെന്റ്സ് ആയിട്ട് എല്ലാം വരും എൻ്റെ അടുത്ത്. അത് നോക്കണ്ട, എല്ലോ റിസൾട്ട്സ് എല്ലാം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കാം. ഇല്ല കഴിഞ്ഞില്ല, ഒരു സ്റ്റെപ്പ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പുഷ് ചെയ്യാൻ ഗിറ്റ് സ്പേസ് പുഷ് സ്പേസ് -u umbrella U സ്പേസ് ഒറിജിൻ സ്പേസ് മെയിൻ origin space main main
ഓക്കെ, ഇതെന്താ ചെയ്യുക? പുഷ് ചെയ്യുക? പുഷ് ചെയ്യാനായിട്ട്, ഗിറ്റിലേക്ക് പുഷ് ചെയ്യാനായിട്ട്. റിജക്റ്റഡ് ആണല്ലേ? ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തോടാ. പുഷ് മാത്രം കൊടുക്കാൻ പറ്റില്ല, ഗിറ്റ് പുഷ് മാത്രം കൊടുത്താൽ പുഷ് മാത്രം കൊടുത്ത് എപ്പോഴും വർക്ക് ചെയ്യത്തില്ല. റിജക്റ്റഡ് അല്ലേടാ? റിജക്റ്റഡ് ആയി. മെയിൻ ഫെച്ച് ഫസ്റ്റ് വന്നു. ഞാനിപ്പോ ഒരു കമാൻഡ് തരാം, ഈ കമാൻഡ് കൊടുക്കുക കേട്ടോ. git pull space -- rebase. Rebase origin main. Origin. Successfully rebased. ഇനി ഗിറ്റ് പുഷ് മാത്രം കൊടുത്തേ, വർക്ക് ആവുമെന്ന് നോക്കാം നമുക്ക്. The current branch main has no upstream branch. To push the current branch and set the git push space -u തന്നെ കൊടുത്തോ. origin main അപ്പേര കൊടുത്തു. ഇതാണോ ഗിറ്റ്? അയ്യോ സോറി, ഗിറ്റ് പുഷ്. അടുത്ത കമാൻഡ് ഇടാ, അപ്പേര പ്രസ് ചെയ്തേ. മതി, എന്റർ. git push new origin main. ഇനി നമ്മുടെ ഗിറ്റ് റെപ്പോയിൽ പോയി ചെക്ക് ചെയ്തേ. ഗിറ്റ് റെപ്പോയില് ഇത് റിഫ്രഷ് ചെയ്യണോ? നമ്മുടെ എല്ലാ ചേഞ്ചസും റിഫ്രഷ് ചെയ്യണം. ഓക്കെ, അതേ പ്രൊജക്ട് സ്ട്രക്ചറോട് കൂടെ തന്നെ അവിടെ വന്നിട്ടുണ്ട് അല്ലേ? അതെ, എല്ലാ ഫോൾഡറും വന്നിട്ടുണ്ട് അല്ലേ? യെസ്, എല്ലാ ഫോൾഡേഴ്സും അതിൻ്റെ അകത്ത് വന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഗിറ്റ്ലേക്ക് കോഡ് പുഷ് ചെയ്തു. എന്താ അതെടുത്ത് ചെയ്യാൻ പറ്റില്ല. ജെൻകിൻസിന് മുന്നേ ഇനി ചെയ്യാനുണ്ട്. സെറ്റിംഗ്സിൽ പോയിട്ട് എൻവയോൺമെന്റ് വേരിയബിൾസ് എടുക്കുക. എൻവയോൺമെന്റ് വേരിയബിൾസും സെർച്ച് ചെയ്യാം. എവിടെ? സിസ്റ്റത്തിന്റെ സെറ്റിംഗ്സിൽ പോടാ, ലാപ്ടോപ്പിന്റെ സെറ്റിംഗ്സിൽ. ഓക്കെ. അതിലെന്താ? അതില് അവിടെ എൻവയോൺമെന്റ് വേരിയബിൾസും സെർച്ച് ചെയ്യടാ. എഡിറ്റ് ദ സിസ്റ്റം എൻവയറൻമെന്റ് വേരിയബിൾസ് ആണോ? അതെ, ഇതാണോ? അതന്നെ. ഓക്കെ, എൻവയോൺമെന്റ് വേരിയബിൾസ്. ഇതില് ന്യൂ കൊടുത്തേ ഗോപിക. സിസ്റ്റം വേരിയബിൾസിന്റെ അണ്ടറിൽ വന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്തോട്ടെ java_home, എല്ലാം ക്യാപ്സ് കൊടുത്തോട്ടോ. java_home.
വേരിയബിൾ ഇനി വാല്യൂ വാല്യൂ ബ്രൗസ് ഫയൽ കൊടുത്തോ. സി പ്രോഗ്രാം ഫയൽസ് സി ഡ്രൈവ് എടുത്തേടാ. ദിസ് പി സി എക്സ്പാൻഡ് ചെയ്ത് സി പ്രോഗ്രാം ഫയൽസ് ജാവ JDK 21. ഓക്കെ കൊടുക്കുക, ഓപ്പൺ കൊടുക്കുക. നമ്മൾ ഫയൽ നെയിം എന്തെങ്കിലും ഇല്ല വേറെ ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് ബാക്ക് അടിച്ചേ, ഒരു സ്റ്റെപ്പ് ബാക്ക് പോയിക്കേ. ആ JDK 21 സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. അങ്ങനെയല്ല, ബാക്ക് അടിക്കുക. ജാവ പോട്ടെ, അത് സെലക്ട് ചെയ്ത് JDK 21.0.10 സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. സെലക്ട് ചെയ്തു. ഓ സോറി, ഓക്കെ മനസ്സിലായി. സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. അപ്പൊ ഇങ്ങനെയാ വരുന്നത്. ആ പാത്ത് കോപ്പി എടുത്തേ മോളിന്ന്. ഇതോ? ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അവിടെ പേസ്റ്റ് ചെയ്തു. പേസ്റ്റ്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ കൊടുക്ക. നെക്സ്റ്റ് പാത്ത് എടുത്തേടാ. സിസ്റ്റം വേരിയബിൾസിലെ അതിലല്ല, സിസ്റ്റം വേരിയബിൾസിലെ ക്യാൻസൽ ചെയ്യും. സിസ്റ്റം വേരിയബിൾസിൽ പാത്ത്. അതെടുക്ക്, പാത്ത് എടുക്ക്, പാത്ത് എഡിറ്റ് കൊടുക്ക്. യെസ്, അവിടെ ന്യൂ കൊടുത്തേ. ന്യൂ ഒരു വട്ടം കൂടെ പാത്ത് പേസ്റ്റ് ചെയ്തടാ. /bin കൊടുത്തേ, front/bin. ബി സ്മോള്, ബിന്നിന്റെ എല്ലാം സ്മോള്. ഓക്കെ അല്ലേ? ഓക്കെ കൊടുക്ക. ഇനി ഒരു വട്ടം കൂടെ CMD ഓപ്പൺ ചെയ്തേ. ഓക്കെ കൊടുക്ക. എന്നിട്ട് ഈ ഒരു CMD ക്ലോസ് ചെയ്ത് പുതിയ എടുക്കുക. പുതിയ CMD എടുക്കൂ കേട്ടോ. ഓക്കെ, ജാവ വേർഷൻ ചെക്ക് ചെയ്തേടാ. മറ്റേ സെയിം കോഡായിരുന്നോ? ജാവ സ്പേസ് ഹൈഫൻ വേർഷൻ. Eclipse IDE ആണ്. Eclipse ഡിഫറൻസ് ആണ്. പൈച്ചാം പോലത്തെ IDE മാത്രമാണ്. ഓക്കെ, ഇനി ഇത് വേർഷൻ ഓക്കെ ഉണ്ട്. 21 വന്നു. ഓക്കെ, സെറ്റ് ആണത്. ഇനി ഡൗൺലോഡ്സിലേക്ക് വന്നേ. ഡൗൺലോഡ്സിലേക്ക് അതിൽ jenkins.var ഉണ്ടോ നോക്കിയടാ ഡൗൺലോഡ്സിലോ. jenkins.var ഉണ്ട്. CMD എടുത്തോ. ഇപ്പൊ ജാവ വേർഷൻ ചെക്ക് ചെയ്ത സെയിം CMD എടുത്തോ വേണമെങ്കിൽ, അല്ലെങ്കിൽ പുതിയ CMD എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പുതിയ എടുത്തോ. ടൈപ്പ് ചെയ്യൂ CD ഡൗൺലോഡ്സ്. CD സ്പേസ് ഡൗൺലോഡ്സ്. ചേഞ്ച് ഡയറക്ടറി എന്നാണ് മീനിങ്. എൻ്റർ അടിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. ഞാൻ പറയും, ഞാൻ കമാൻഡ് തരാം, അത് ടൈപ്പ് ചെയ്യാം കേട്ടോ. ചാറ്റിലുണ്ട്.
അലൗഡ് വരട്ടെ. എൻ്റർലി ലോഡ് ആയിക്കോട്ടെ. ഇതിന് എൻ്റർലി ലോഡ് ആയിക്കഴിഞ്ഞ് ഇതിനെ കോപ്പി ചെയ്തിട്ട് നോട്ട് പാഡിൽ പേസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് എൻ്റർലി മുഴുവൻ ലോഡ് ആവും. ഇതിപ്പോ എന്താ ചെയ്യുന്നത്? എനിക്ക് ഇങ്ങനെ വന്നു, ഡു യു വാണ്ട് ടു അലോ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് ടു ആക്സസ് ദിസ് ആപ്പ്? ഹലോ, അലോ കൊടുക്കടാ. കൺട്രോൾ ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ സെലക്ട് ചെയ്യും. ടോപ്പ് സെലക്ട് ചെയ്യും. Jenkins secrets initial admin password. This may also be found. എവിടെയും കൊണ്ട് പ്ലേസ് ചെയ്യും. ഇനി എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞു. എന്താടാ? അല്ല, ഇത് കഴിഞ്ഞു തോന്നുന്നു. കഴിഞ്ഞു. യെസ്, ഇത് എൻ്റർലി സെലക്ട് ചെയ്തേടാ. എൻ്റർലി സെലക്ട് ചെയ്ത് നോട്ട് പാഡിൽ എവിടെയും പ്ലേസ് ചെയ്ത് തന്ന ഈ കമാൻഡ് പ്രോംപ്റ്റ് എന്തെയോ? കമാൻഡ് പ്രോംപ്റ്റിന്റെ എൻ്റർ. നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അസുഖമാണ്. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വർക്ക് വരും. ഇത് കൺട്രോൾ സി വർക്ക് ആവോ? റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി. എന്താ പോകുന്നത്? റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി. കൺട്രോൾ സി വെച്ച് നോക്ക്. എന്നിട്ട് ജസ്റ്റ് കൺട്രോൾ വി അടിച്ചു നോക്കിയേ. വെയിറ്റ് വന്നിട്ടുണ്ട്. ക്യാൻസൽ ചെയ്യ്. ഇനി നോട്ട് പാഡിൽ കൊണ്ട് പ്ലേസ് ചെയ്യണം. ഇതെന്താ ചെയ്യണേ? ഇപ്പോ ജെൻകിൻസ് ഡൗൺലോഡ് ചെയ്തു. ജെൻകിൻസിന്റെ ഇനീഷ്യൽ പാസ്വേഡ് നമ്മളിപ്പോ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിനെ പാസ്വേഡ് എടുക്കാൻ പോവുക. ഓക്കെ, ഇതില് കണ്ടോടാ, പ്ലീസ് യൂസ് ദ ഫോളോയിങ് പാസ്വേഡ് ടു പ്രൊസീഡ്. കണ്ടോ? അതൊന്ന് കോപ്പി ചെയ്ത് വെച്ചേക്കാം. ജെൻകിൻസ് എന്ന് വെച്ചാൽ ഒരു CI/CD ടൂൾ ആണ്, ഒരു ഓട്ടോമേറ്റഡ് ടൂൾ ആണ്. ഇതിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് നമ്മുടെ കോഡ് കൊടുക്കത്തില്ലേ? പ്രൊഡക്ഷനിലേക്ക് ഡെലിവറബിൾ ആയിട്ടുള്ള ഒരു കോഡ് കൊടുക്കാനാണ് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. സോ അപ്പൊ നമ്മളുടെ ലോക്കൽ തന്നെ കോഡ് ശരിയാവത്തില്ലല്ലോ. അപ്പൊ ഇതിനെ നമ്മൾ ഗിറ്റ്ഹബുമായി ലിങ്ക് ചെയ്തിട്ട് ഇതാ അവിടെടാ, പ്ലീസ് യൂസ് ദ ഫോളോയിങ് പാസ്വേഡ് ടു പ്രൊസീഡ് ഇൻസ്റ്റലേഷൻ. ഈ പാസ്വേഡ് അല്ലേ? ഇത് എവിടെയാ? ഓക്കേ, പറഞ്ഞുതരാം. കോപ്പി ചെയ്തു. പറഞ്ഞുതരാം. ഇനി ക്രോമിൽ വന്നിട്ട് ടൈപ്പ് ചെയ്യൂ. പറഞ്ഞുതരാം കേട്ടോ. അക്ഷരയ്ക്ക് പറഞ്ഞുതരാമേ. ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോക്കൽ ഹോസ്റ്റ് :8080 എന്ന് സെർച്ച് ചെയ്തേടാ. മുകളില് പുതിയ ക്രോം എടുക്കടാ. ക്രോം ടാബ് എടുക്കും. ലോക്കൽ ഹോസ്റ്റ് :8080. host :8080 ഇതാണോ? ലോക്കൽ ഹോസ്റ്റ് :8080 അതന്നെ. ഇവിടെ ആ അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡിന്റെ അവിടെ നിങ്ങൾ കോപ്പി ചെയ്ത പാസ്വേഡും കൊടുത്തോ. നമ്മളിപ്പോ ചെയ്യുന്നത് ജെൻകിൻസിന്റെ സെറ്റപ്പ് ആണ് കേട്ടോ. കണ്ടിന്യൂ. സേവ് പാസ്വേഡ് ചെയ്യണോ? വേണ്ടല്ലോ. ഈ പാസ്വേഡ് സേവ് ചെയ്യണ്ട. ഇൻസ്റ്റാൾ സജസ്റ്റഡ് പ്ലഗിൻ കൊടുക്കണം. ഇൻസ്റ്റാൾ സജസ്റ്റഡ് പ്ലഗിൻ. നിങ്ങൾ ഇത് കഴിഞ്ഞപ്പോ നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്ത പാസ്വേഡ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം.
ബിക്കോസ് ജെൻകിൻസിൽ വൺസ് പാസ്വേഡ് ലോസ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് റിട്രീവ് ചെയ്യാൻ. ഈ എല്ലാ സ്റ്റെപ്സ് നമ്മൾ ബിഗിനിങ് തൊട്ട് ചെയ്യേണ്ടി വരും. സോ എപ്പോഴും ബെറ്റർ എന്താന്ന് വെച്ചാൽ വൺസ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പാസ്വേഡ് സേവ് ചെയ്ത് വെക്കാം. അതിന് എക്സ്പിറേഷൻ ഒന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്ത് പോവാം. ഉം. ഇത് ജെൻകിൻസ് അവിടെ ഇൻസ്റ്റാൾ ആവട്ടെ. അപ്പോഴേക്ക് ജെൻകിൻസ് ഇൻസ്റ്റാൾ ആകുമ്പോഴേക്കും നിന്റെ ഇതിൽ പൈച്ചാനൽ നീ വേണമെങ്കിൽ ബാക്കി കംപ്ലീറ്റ് ചെയ്തു. ഇല്ല അത് സെഷൻ കഴിഞ്ഞിട്ട് കേട്ട് ചെയ്തു. ചോദിച്ചു ഗോപിക എന്താ ഡൗട്ട് ഉണ്ടായിരുന്നു ചോദിച്ചേടാ. എവിടെ സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു? അത് ഇൻസ്റ്റാൾ ആയിക്കോട്ടെ. ഇൻസ്റ്റാൾ ആയിക്കോട്ടെ. ഇന്നലത്തെ അല്ലേ, ഇന്നലെ മൊത്തം ഒരു കണക്ഷൻ ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നേ. അപ്പൊ ഞാൻ ഇപ്പൊ ഇന്നലെ നമ്മൾ എവിടെയോ വെച്ച് നിർത്തിയില്ലോ. അഡ്മിൻ ചെയ്തായിരുന്നു, ന്യൂസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു നമ്മൾ. നമ്മൾ ഇത് ചെയ്തു, സെലക്ട് യൂസർ ടൈപ്പ് വരെ നമ്മൾ ചെയ്തു. അടുത്ത നമ്മൾ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? സെലക്ട് യൂസർ ടൈപ്പ് നമ്മൾ സെലക്ട് യൂസർ ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഗിറ്റ്ഹബിന്റെ ലിങ്കാണ്. ഇത് അഡ്മിൻ അവളിപ്പോ സെലക്ട് ചെയ്തേക്കുന്നല്ലേ? അതിനകത്ത് റെക്കോർഡിങ്ങോ? നമ്മുടെ ന്യൂസിന്റെ പേജ് ക്ലാസ് കേൾക്കുന്നില്ലേ? ഇവിടെ അഡ്മിൻ സെർച്ചിൽ താഴേക്ക് വേണം നമ്മള് സെലക്ട് യൂസർ ടൈപ്പ് വരെയല്ലേ ചെയ്തത്. താഴെ ഏത് ചെയ്യണം നമ്മള്? ഡോട്ട് ആ സെർച്ച് അഡ്മിന്റെ പേജ് ഫാക്ടറി ചെയ്യാനുണ്ടായിരുന്നു, അത് മിസ്സായിണ്ടായിരുന്നു നിന്റെ 71 72 ലൈൻ നമ്പർ 71 and 72 കോപ്പി എടുത്തേ. ലൈൻ നമ്പർ 71 72 അല്ലേ? അതിന്റെ പേജ് അത് അവിടെ കാണാനില്ല അഡ്മിൻ പേജിൽ ഇല്ല. ഓക്കേ ഓക്കേ, അത് കോപ്പി എടുത്തേ. ശരി ശരി. ആ രണ്ട് ലൈൻസ് കോപ്പി എടുക്കുക. ആദ്യം അവിടെ പേജ് ഫാക്ടറി ഇംപ്ലിമെന്റ് ചെയ്യാം. ഈ ബൈ ഡോട്ട് വരെ പോരെ ഇത് തൊട്ട്? ബൈ ഡോട്ട് അത് യൂസർ സെർച്ച് അല്ലേ? ബട്ട് യൂസർ സെർച്ച് ഞാൻ ഓൾറെഡി കൊടുത്തുല്ലോ, അപ്പൊ വീണ്ടും കൺഫ്യൂസിംഗ് ആയി. യൂസർ സെർച്ച് വേണ്ട, വേറെ നെയിം കൊടുത്തു അവിടെ. നെയിം സെർച്ച് കൊടുക്കാം അല്ലേ? താഴെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോടാ. താഴെ ഗെറ്റ് നെയിം മതിയോ? ഗെറ്റ് നെയിം വേണ്ട, അവിടെ സെർച്ച് അഡ്മിൻ നമ്മൾ കൊടുത്ത അതേ നെയിം കൊടുക്കണം അല്ലേ? അങ്ങനെയില്ല, ഇവിടെ സെർച്ച് അഡ്മിൻ കൊടുത്തോ. ഇവിടെ അഡ്മിൻ അണ്ടർസ്കോർ സെർച്ച് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്താണ് കൊടുക്കുക? അഡ്മിൻ അണ്ടർസ്കോർ സെർച്ച് അല്ലേ കൊടുത്തേക്കുന്നത് തവണ.
സെർച്ച് യൂസർ ഇവിടെ സെർച്ച് യൂസർ നെയിം ഇവിടെ വന്നിട്ട് ഇതിന്റെ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഈ പാസ്വേഡ് സേവ് ചെയ്ത് വെക്കാം കേട്ടോ. എനിക്ക് വേണമെന്നില്ല. ഓക്കെ, അത് ചെയ്യാം. ബാക്കി ജെൻകിൻസ് കംപ്ലീറ്റ് ചെയ്യാടാ. ശരി ഇതായി തോന്നുന്നു. യെസ്. അവിടെ യൂസർ നെയിം എടുത്തേ, യൂസർ നെയിം എൻ്റർ ചെയ്തേ. ഈ നെയിം അല്ലേ? ഈ നെയിം തന്നെ കൊടുക്കണം, ലിസ്റ്റിലെ നെയിം കൊടുക്കാം. പാസ്വേഡ് നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം അല്ലേ? യെസ്. സേവ് ആൻഡ് ഫിനിഷ്. സ്റ്റാർട്ട് യൂസിങ് പാസ്വേഡ് ഓർമ്മയില്ല, ജസ്റ്റ് നോട്ട്പാഡ് സേവ് ചെയ്ത് വെച്ചു. അവളുടെ ഹലോ ചെയ്തോടാ. പാസ്വേഡ് ഇഷ്ടമുള്ളത് കൊടുത്തോ. ആ പാസ്വേഡ് പിന്നെ ഓർമ്മ ഉണ്ടാവണമെന്നേ ഉള്ളൂ, സേവ് ചെയ്ത് വെക്കണം. ജാവ ബേസ് ചെയ്ത് ബിൽഡ് ചെയ്തതാണ്, അപ്പൊ ജാവേനെ ആവശ്യമുണ്ട്. ഹലോ കേൾക്കാം. പറഞ്ഞോടാ. പാസ്വേഡ് കൊടുത്തേ, ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം, അത് സേവ് ചെയ്ത് വെക്കണം. ഫുൾ നെയിം കൊടുക്കാം. നമ്മൾ ടൈപ്പ് ചെയ്തത് കാണാൻ പറ്റില്ല, കാണാൻ പറ്റില്ല അല്ലേ? കാണാൻ പറ്റില്ല, വ്യൂ ഓപ്ഷൻ ഇല്ല. ഓക്കെ, വ്യൂ ഓപ്ഷൻ. മെയിൽ അഡ്രസ് ഒന്ന് മാൻഡേറ്ററി അല്ല, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തോ. സേവ് ആൻഡ് കണ്ടിന്യൂ. ഓക്കെ. പാസ്വേഡ് ചോദിക്കുന്നില്ലല്ലോ. പാസ്വേഡ് ആണ് ഇപ്പൊ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത്. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തോ. ഓ, എന്നാ ഇൻവാലിഡ് ആണ് വരുന്നത്, എനിക്ക് കൊടുത്തോ. ആക്ട് വേണമെങ്കിൽ പൈച്ചാമ്പിലേക്ക് പോകേണ്ട അവസ്ഥയപ്പോ. മറ്റേ കീബോർഡ് ഇല്ലാത്തതുണ്ടല്ലേ. കുഴപ്പമില്ല, സാരില്ല. പാസ്വേഡിന്റെ ഓപ്ഷൻ വന്നില്ല. പാസ്വേഡ് സെറ്റ് ചെയ്തതാണ്, അത് നീ എവിടെ നോട്ട്പാഡിൽ എവിടെയും സേവ് ചെയ്ത് വെക്കുക. ഓക്കെ ഞാൻ സേവ് നോട്ട്പാഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ. സേവ് ആൻഡ് ഫിനിഷ്. സ്റ്റാർട്ട് യൂസിങ് ജെൻകിൻസ് ഇസ് റെഡി. ഇനി വീണ്ടും പാസ്വേഡ് ഒക്കെ അടിച്ചു കൊടുക്കേണ്ടി വരുമോ? വേണ്ടല്ലോ. വേണ്ട, ഇനിയിപ്പോ പാസ്വേഡ് ഒന്നും അടിക്കണ്ട. നിങ്ങൾക്ക് ഫർദർ യൂസിന്റെ സമയത്ത് പാസ്വേഡ് അടിക്കേണ്ടി വരും. ഇനി ന്യൂ ഐറ്റം കൊടുത്തേ. എൻ്റർ ചെയ്യുന്ന ഐറ്റം നെയിമിന്റെ അവിടെ നിങ്ങളുടെ പ്രൊജക്ടിന്റെ പേര് കൊടുത്തോളൂ. ജസ്റ്റ് ലൈവ് പ്രൊജക്ട് എങ്ങാനും പേര് കൊടുത്തോളൂ അവിടെ. ഫ്രീ സ്റ്റൈൽ പ്രൊജക്ട് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കാം. എവിടെ ഫ്രീ സ്റ്റൈൽ? ഓക്കേ, ഫ്രീ സ്റ്റൈൽ പ്രൊജക്ട് സെലക്ട് ഫ്രീ സ്റ്റൈൽ പ്രൊജക്ട്. A job already exists with the name Live Project. എങ്കിൽ നെയിം മാറ്റി കൊടുത്തോ, വേറെ നെയിം കൊടുത്തോ അവിടെ. അപ്പൊ ഇതിങ്ങനെ ബാക്ക് പോവാമോ? ബാക്ക് അടിച്ചോ.
ലൈവ് സ്പേസ് പ്രൊജക്ടിന് കൊടുത്തു നോക്ക്. ഓക്കെ, സോഴ്സ് കോഡ് മാനേജ്മെന്റിലേക്ക് വരാം. ഗിറ്റ് സെലക്ട് ചെയ്യാണ്. സോഴ്സ് കോഡ് മാനേജ്മെന്റ്. റെപ്പോ URL. ആ, നമ്മളുടെ റെക്കോർഡ് URL പാസ് ചെയ്തേടാ അവിടെ ലൈവ് പ്രൊജക്ടിന്റെ. ആ, അത് എവിടെയായിരുന്നു? ഇതല്ലേ നിരഞ്ജന? ആ അതന്നെ. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് GitHub. ഗിറ്റ് താഴ്വാനെ ബ്രാഞ്ചസ് ടു ബി ബിൽഡില് ഇവിടെ മാസ്റ്റർ എന്ന് കിടക്കുന്നുണ്ട്. ആ മാസ്റ്റർ മാറ്റി മെയിൻ എന്നാക്കിക്കേ. /*main. ഓക്കെ, ഇനി താഴെ ഇതില് ബിൽഡ്. നെക്സ്റ്റ് ട്രിഗേഴ്സില് അതില് ബിൽഡ് പീരിയോഡിക്കലി. ഷെഡ്യൂൾ അതൊന്നും കൊടുക്കണ്ട അല്ലേ? വേണ്ട, ബിൽഡ് പീരിയോഡിക്കലി മാത്രം കൊടുക്കുക ആദ്യം. ചാറ്റിൽ ഞാനൊരു ഇത് ട്രിഗർ ഇട്ടിട്ടുണ്ട്, ഒരു ക്രോൺ ജോബ് തന്നിട്ടുണ്ട്. ആ ക്രോൺ ജോബ് പ്ലേസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു ക്രോൺ ജോബ് എന്ന് വെച്ചാൽ നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുന്ന ഒരു ബാച്ച് ആണ്. അതായത് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ബാച്ച് എന്ന് വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ എവറിഡേ 5 PM. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ 1 to 5 എന്ന് വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ. 0-17 എന്ന് വെച്ചാൽ 5 PM വേണ്ടിയിട്ട് ഞാൻ സ്കെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ എവറിഡേ ഈ ഒരു ടൈമിൽ എനിക്കൊരു ബിൽഡ് ട്രിഗർ ചെയ്യണം. മൺഡേ ടു ഫ്രൈഡേ 5 മണിക്ക് ഒരു ബിൽഡ് ട്രിഗർ ചെയ്യാം. അതെ. അപ്പൊ 0 എന്താ? നമ്മളിത് 24 hour ഫോർമാറ്റ് അല്ലേ? 17 എന്ന് വെച്ചാൽ 5 PM ആയില്ലേ? 0 എന്ന് വെച്ചാൽ എന്താ പറയാ, മിനിറ്റ്സ് 0 minutes. ഓക്കെ, അത് ഇവിടെ കൊടുക്കണം ഷെഡ്യൂളിൽ. യെസ്. നെക്സ്റ്റ് കൊടുത്തേടാ 17 1 to 5 താഴെ. ഇനി താഴെ ബിൽഡ് സ്റ്റെപ്സിലേക്ക് വരാം. എൻവയൺമെന്റ് ഒന്നും ചെയ്യണ്ട അല്ലേ? വേണ്ട, ഒന്നും ചെയ്യണ്ട. ഓട്ടോമേറ്റീവ് ബിൽഡ് സ്റ്റെപ്പ്. ആഡ് ബിൽഡ് സ്റ്റെപ്പ്. അതിൽ എക്സിക്യൂട്ട് വിൻഡോസ് ബാച്ച് കമാൻഡ് ഫസ്റ്റ് ഓപ്ഷൻ. ഇതെങ്ങനെ ഓർത്ത് വെക്കിയതല്ല? അത് ഇപ്പൊ ഞാൻ തരുന്ന റെക്കോർഡിംഗ് വെച്ച് നോട്ട് ചെയ്താൽ മതി. അതാ ഞാൻ ചാറ്റിൽ ഒരു കുറച്ച് കമാൻഡ്സ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് പേസ്റ്റ് ചെയ്തേടാ. അതില്ല, ONP-WG വെച്ചിട്ടുണ്ടോ? ചാറ്റ് കോഡ് വരുന്നില്ല. ഇതാണോ കമാൻഡിലാണോ? കമാൻഡില് python and then call pip install. Okay. ഇത് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇതിൽ വേറെ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. സേവ് സെയിം തന്നെ, കമാൻഡ്സ് എല്ലാം സെയിം തന്നെ കൊടുത്താൽ മതി. സേവ് ആൻഡ് അപ്ലൈ. ബിൽഡ് നൗ. അപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അപ്ലൈ വേണ്ട, ബിൽഡ് നൗ കൊടുത്തോ. ബിൽഡ് നൗ എവിടെ? ബിൽഡ് നൗ. ഓക്കെ. ബിൽഡ് ഷെഡ്യൂൾ. അപ്പൊ എന്താ സംഭവിക്കുക? ഇനി ഒരു ബിൽഡ് ട്രിഗർ അയക്കുന്ന കണ്ടോ, അതിങ്ങനെ ലോഡായി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ 5 മണിന്ന് സെറ്റ് ചെയ്തത് എന്താ? 5 മണി നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ബിൽഡ് ട്രിഗർ ചെയ്യണം.
എനിക്ക് എറേഴ്സ് വരും കാരണം എന്റെ കോഡൊന്നും കുറെ കംപ്ലീറ്റ് കോഡിൽ ആകാം. മിസ്റ്റേക്സ് ഉണ്ടാവും. ഓ അപ്പൊ നമ്മളുടെ ഇപ്പൊ ആ ലൈവ് പ്രോജക്റ്റിലുള്ള എല്ലാ കോഡും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസിലാണ്. നമ്മൾ ഇപ്പൊ കൊടുത്ത കമാൻഡ്സ് ഇല്ലേ, ഓരോ കമാൻഡ്സ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവന്റെ എക്സിക്യൂഷൻ ആയിക്കൊണ്ടിരിക്കുക. അത് വർക്ക് ആവേണ്ടതാണ്. നിരഞ്ജന ഒരു ഡൗട്ട്, ചോദിച്ചോടാ. ഇതിപ്പോ നമ്മൾ ഇപ്പൊ കൊടുത്തത് ബിൽഡാണോ? ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ താഴെ ബിൽഡ്, ഈ പിന്നെ ഒരു നമ്മൾ 5 o'clock എന്ന് പറഞ്ഞിട്ട് ടൈമിംഗ് കൊടുത്തു മൺഡേ ടു ഫ്രൈഡേ, അതെന്താ അപ്പൊ? ഏതാടാ? മൺഡേ ടു ഫ്രൈഡേ. മൺഡേ ടു ഫ്രൈഡേ 5 o'clock. ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മൾ ഇത് ജനറേറ്റ് ചെയ്യണം. അതായത് ഒരു തവണ നമ്മൾ ജനറേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താലല്ലേ ഇത് മനസ്സിലാവത്തുള്ളൂ. മനസ്സിലായടാ? മനസ്സിലായി. ഒരു തവണ ജനറേറ്റ് ആയി കാണിച്ചു കൊടുക്കണം നമ്മള്. പിന്നെ ഫർദർ നമ്മൾ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ 5 മണിയാകുമ്പോ പിക്ക് ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് 5 മണിയാകുമ്പോ അത് എടുക്കും അല്ലേ? ഇതിപ്പോ എങ്ങനെയാ അറിയാ എപ്പോഴാ കഴിയാന്നുള്ളത്? ഇതിപ്പോ കഴിഞ്ഞൂന്ന് എങ്ങനെ അറിയാ? അത് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്സിക്യൂട്ട് ആയി കഴിയുമ്പോ നമുക്ക് അവിടെ ഒരു ഗ്രീൻ കളറിൽ ഒരു മാർക്ക് വരും, അല്ലെങ്കിൽ റെഡ് കളറിൽ മാർക്ക് വരും ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ. ഇത് ടൈം എടുക്കുവോ കൊറേ? യെസ്, ടൈം എടുക്കും. CMD ഓപ്പൺ ആയിട്ട് ഇവിടെ ആക്റ്റീവ് ആയതുകൊണ്ടാണ് വർക്ക് ആവുന്നത്. ക്ലോസ് ചെയ്യാൻ പാടില്ല. ഫെയിലിയർ ആയി. ഒന്നെടുത്തേ, ഫെയിലിയർ എന്താന്ന് നോക്കട്ടെ. ഫെയിലിയർ ആയില്ലേ? ഫെയിലിയർ ആയി. നോക്കട്ടെ, കൺസോൾ ഔട്ട്പുട്ട് എടുത്തേ. കൺസോൾ ഓ ഇങ്ങനെയാണ്. ഓക്കെ, താഴേക്ക് വാടാ. കൺസോൾ ഔട്ട്പുട്ടിൽ നമുക്ക് നമ്മുടെ എറേഴ്സ് കാണാൻ പറ്റില്ല. ഇത് കമ്പൈലേഷൻ എറേഴ്സ് ആട്ടോ, ഇത് ഫിക്സ് ചെയ്താൽ മതി. ഇത് ഫിക്സ് ചെയ്ത ശേഷം ഒന്ന് ബിൽഡ് ട്രിഗർ ചെയ്ത് നോക്കിയാൽ വർക്ക് ആവും. സെയിം കമാൻഡ്സ് ആണല്ലോ എക്സിക്യൂട്ട് ആവുന്നുണ്ട്.
അത് ക്ലിയറാ. അത് അവളുടെ എറർ ഉണ്ടായിരുന്നു. ഞാൻ എവിടെ തൊട്ടാ നോക്കണ്ടേ എറർ? എറർ കണക്ടിങ് ടെസ്റ്റ്. ഓക്കെ, ഇങ്ങനെ ഓരോ എവിടെ എറർ എന്ന് കാണിക്കണ്ടല്ലേ ഏത് ഫയലിലാണ്? കാണിക്കുന്നുണ്ട്. യെസ്, അതെല്ലാം തിരുത്തണം. അയ്യോ, ഓക്കെ. അത് തിരുത്തിയതിന്റെ ശേഷം നോക്കണം കേട്ടോ നീ. നോക്കാം നോക്കാം. ഇനി എറേഴ്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ബിൽഡ് കൊടുത്താൽ മതിയോ? എവിടെ പോയിട്ടാ കൊടുക്കുക? ഇത് തിരിച്ചാ ലൈവ് പ്രൊജക്ടിന്റെ അടുത്ത് വന്നേടാ. ലൈവ് പ്രോജക്റ്റ് ബിൽഡ് നൗ ആണോ? നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടേ, അതുകൊണ്ട് ബിൽഡ് നൗ ആണ് കൊടുക്കേണ്ടത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അതെ അതെ. ഞാൻ നിങ്ങൾക്ക് മറ്റന്നാളേക്ക് ഇന്റർണൽ ഡെമോ വെക്കട്ടെ. നാളെ ഒരു ദിവസം കൊണ്ട് ഇത് ചെയ്ത് തീർക്കുവോ? നാളെ ക്ലാസ് ഉണ്ടോ? ക്ലാസ് ആയിട്ടുണ്ടാവില്ല, നിങ്ങൾ ചെയ്തിട്ട് വരേണ്ടി വരും. ബിക്കോസ് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് കറക്ഷൻസ് അല്ലേ ഉള്ളൂ. ചെയ്യുന്ന നേരം ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. പെൻഡിങ് ഉള്ളത് ചെയ്യാൻ നോക്കാം. മറ്റന്നാൾ എപ്പോഴാ നിരഞ്ജന? ടൈം പറയാമോ? നോർമൽ സെഷൻ ടൈമിംഗ് തന്നെ 10:30 മതി. 10:30 to 11:30. മറ്റന്നാൾ 10:30 വെച്ചാൽ മതി. മറ്റന്നാൾ 10:30 വെച്ചാൽ മതി. അപ്പൊ അതിനു മുൻപ് ഈ എല്ലാം ബിൽഡ് ഫ്രീ ആക്കണോ? അല്ല, ഇവിടെ ജെൻകിൻസിൽ പാസ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. ബിക്കോസ് ജെൻകിൻസ് വഴി നിങ്ങൾ കോഡ് പുഷ് ചെയ്ത് പിന്നെയും ബിൽഡ് ചെയ്ത് നോക്കണ്ടേ. അത് മാൻഡേറ്ററി അല്ല. പക്ഷെ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ എല്ലാ ടെസ്റ്റ് കേസും പാസ്ഡ് ആയിരിക്കണം. അതുപോലെ പേജ് ഫാക്ടറി യൂട്ടിലിറ്റീസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ല, ജസ്റ്റ് ഒരേ ഒരു കാര്യം ചോദിക്കണം. എന്റെ ഇപ്പൊ മിസ്സിംഗ് ഇത് മാത്രമായിരുന്നില്ലേ, നെയിം സെർച്ച്? അതെ അതെ, അത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. അതെ അതെ. ഓക്കെ, അത് ഞാൻ ചെയ്ത് വെക്കാം. ഓക്കെ, അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഗേറ്റിലേക്ക് വേണമെങ്കിൽ പുഷ് ചെയ്തിട്ടോ. ബിൽഡ് ട്രിഗർ ചെയ്യാൻ നിർബന്ധമില്ല കേട്ടോ. നിരഞ്ജനക്ക് ക്ലാസ് ഉണ്ട് ഇപ്പൊ? ഞാൻ അവരുടേത് 11:20 ആക്കിയതാ. 11:20 ആക്കിയോ? ഓക്കെ. അല്ല, എനിക്ക് ഇതൊന്നും എഴുതാനായിരുന്നു കൈയോടെ. ഓക്കെ, ഞാൻ ഒരു 5 minutes ടൈം ഉണ്ട് നമുക്ക്. ഇപ്പൊ നോക്കാം. ഓക്കെ, നെയിം സെർച്ച്. ഓക്കെ, ഞാൻ കേട്ടിട്ട് ചെയ്താ. നീ ഷെയർ ചെയ്തേ ഗോപിക. ഞാൻ ഷെയറിങ് നിർത്തിയോ? സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഒരു സെക്കൻഡ്, ഞാൻ ജസ്റ്റ് ലൈൻ ഓഫ് കോഡ് മാത്രം ഒന്ന് കൺഫേം ചെയ്യണം.